പ്രൊട്ടക്റ്റിംഗ് ഹെൽപ്പർ, പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന സഹായകൻ. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അമ്പരന്ന് പോകത്തില്ല. പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടെന്നൊന്നും വിചാരിക്കേണ്ട. ചില വിഷയങ്ങളൊക്കെ കണ്ട് നിന്നോട് അടുത്ത് വരുമ്പോൾ നീ അമ്പരന്ന് പോകത്തക്കവണ്ണം ചില വിഷയങ്ങളൊക്കെ നിന്നെ ചുറ്റി വരിഞ്ഞെന്നിരിക്കും. പക്ഷെ സഹായിക്കുന്നവൻ കൂടെയുണ്ട്. സ്തോത്രം. വായിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്. എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗി ആർ? അവൻ ഇങ്ങു വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എൻ്റെ തുണയായി. യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. നിന്നെ കുറ്റം വിധിക്കുവാൻ, നിന്നെ കുറ്റപ്പെടുത്തുവാൻ, സ്തോത്രം, ആരെയും അനുവദിക്കാതെ വണ്ണം ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറ. നിന്നെ ചോദ്യം ചെയ്താൽ ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അതല്ലേ നമ്മുടെ ഉറപ്പ്. നീതിക്കും ന്യായത്തിനും വേണ്ടി നിന്നിട്ട്, സ്തോത്രം, അനീതിയും അന്യായവും കാണിക്കുന്നവർ നിനക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നീ സ്തോത്രം പറഞ്ഞാൽ മതി. കാരണം നീ സ്തോത്രം ചെയ്യുന്നവൻ ആർക്കു വേണ്ടിയാണോ നീ ചെയ്യുന്നത്, അവൻ നിന്റെ അടുക്കലുണ്ട്. അവൻ തിരിച്ച് ചോദിക്കുന്നവന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.